എന്റെ പൊന്നുമോളെ എന്റെ ഐഡിയ തന്നെയാണ്. എന്റെ ഐഡിയക്ക് ഇത്ര നഷ്ടം വരുതാമെങ്കിൽ പിന്നിലൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ നഷ്ടം? കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള മതത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല, നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. സഹിക്കാൻ പറ്റില്ല മണ്ണു സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഈ ഊച്ചാലി സലികുമാർ ഒരു 2 നില വീട് കേട്ടനെ അസൂയപ്പെടാമെങ്കിൽ ഞാൻ വെച്ച് എന്താണ് അത് സലികുമാർ നല്ല മനുഷ്യനും ഒരാൾക്ക് വന്നിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏകദേശം മരണത്തിന്റെ അവസ്ഥയിലാണ്. എന്നെ ഒരു തകർന്നു നിൽക്കുന്ന നിമിഷത്തിൽ കൈയൊഴിച്ച ആളെ എനിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അപ്പോഴാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത് പെട്രോളിന്റെ ബിസിനസ് വിളിക്കും, അപ്പൊ അതിന്റെ വില ഇടിയും. അമൃതാനന്ദമയിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, എന്നാലും അവർ ചെയ്യുന്ന പ്രവർത്തികളോട് എന്താ ആ ഒരു ഇഷ്ടത്തിന് പറയുന്ന റീസൺസ്? അതൊരു ആൾദൈവം എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമല്ല എനിക്ക്. അത് ഒരു സ്നേഹം, ഒരു ആരാധന ഉണ്ട്. അമൃതാനന്ദമയിലുള്ള ഒരു ആരാധന ഉണ്ട് എനിക്ക്. അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഒരു അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്യുന്നുണ്ട് അവര്. കാരണം എത്രയോ പേർക്കാണ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കിടന്നാണ്, എത്രയോ പേർക്കാണ് ഒരു ദിവസം അവര് ഡിസ്കൗണ്ട് കൊടുക്കുന്ന. ഈ സുനാമി തകർന്നു പോയിട്ട് സർക്കാർ വെച്ച് കൊടുത്ത കൂടുതൽ വീടുകൾ സാധാരണക്കാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, ഞാനൊരു ദിവസം എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായില്ല, വെറുതെ പോയതാണ് ഞാൻ അവിടെ. വെറുതെ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഏകദേശം മരണത്തിൻ്റെ വക്കിലാണ്. എനിക്ക് അധികകാലം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പറ്റാണ്ടായി, എനിക്ക് ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ചുമ്മാ പോയതാണ്. ഇപ്പോൾ പോയപ്പോൾ അതിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു മന്ത്രമൊന്നും ഇല്ല മോനെ, ഹോസ്പിറ്റലിൽ പോയി അത് ഓപ്പറേഷൻ ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യത്, വേറൊന്നും ഓർത്ത് ബുദ്ധിമുട്ടണ്ട മോനെ, എനിക്ക് വേണം എന്ന് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് എനിക്ക് വേണം എന്ന് പറയാനായിട്ട്. എനിക്ക് എൻ്റെ അമ്മയില്ല, എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി. ഉള്ള വൈഫും 2 കുട്ടികളാണ്. അവർക്ക് ഒഴിച്ച് ഈ ലോകത്താക്കും എന്നെ വേണ്ട. ആ സമയത്ത് എന്നെ വേണം എന്ന് പറയാനായിട്ട്, എനിക്ക് വേണം, ധൈര്യമായിട്ട് പോകും, പൈസ ആയിരുന്നു ചിന്തിക്കേ വേണ്ട എന്നൊരാൾ പറയാൻ ആ സമയത്ത് വേണ്ടേ. അത് ഒരു ആരാധനയായിട്ട് മാറി. അത് എന്നിലേക്കുള്ള പിന്നെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവിടെ വരുന്നവരാരെയും മതം മാറ്റാൻ ശ്രമിക്കുന്നില്ല. അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യുക. അവർ ദൈവമാണെന്ന് പറയുന്നില്ല, മാജിക്കുകൾ കാണിക്കുന്നില്ല. പ്രാർത്ഥിക്കട്ടെ, നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം. എനിക്ക് വിശ്വാസം കൂടുതൽ ആരാധന സ്നേഹമാണ്. എന്നെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു നിമിഷത്തിൽ കൈയൊഴിച്ച ആളെ എനിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും കാണുന്നില്ല ആളെ. അവർ പറയുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. ആൾദൈവം എന്ന് ഓരോരുത്തർ പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ്, എന്നോട് അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആൾദൈവമാണെന്ന്. അപ്പോൾ എന്നോട് ഷുഗർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഷുഗറുണ്ട്. അപ്പം ബ്ലഡ് എനിക്കുണ്ട്. ഞാനും മരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് അവർ വന്നിട്ട് മാജിക് കാണിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പൊ നരബലി അല്ലെങ്കിൽ ഇപ്പം ആരാധനകളെ സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് നോക്കിക്കാണുന്നത്? ഇപ്പൊ നരബലി നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പണത്തിന് വേണ്ടിയാണ്, എല്ലാം പൈസക്ക് വേണ്ടി. ഓരോ ഇപ്പൊ എല്ലാവരും ഈ നരബലിനെ പോലെ തന്നെ വിശ്വാസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വിളക്ക് കത്തിക്കുന്നത് പോലും ഇതൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ്. വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളൊരു നിലവിളക്ക് ഈ ഫോട്ടോന്റെ മുമ്പിൽ വെച്ച് കത്തിക്കുക, ഒരു ചന്ദനത്തിരി കത്തിക്കുക, ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പോൾ ഓരോരോ ആചാരങ്ങളാണ്. അപ്പോൾ ഈ ആളുകൾ ആചാരം മൂത്ത് ഈ ഭക്തി മൂത്ത് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള മതത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഒരാളാണെന്ന്
എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാവരും ചോദിച്ചപ്പോൾ ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ഈ പവറൊന്നും പറയണ്ടേ, ഇത് ഞാനാണ് നിങ്ങൾ തല്ലിടിച്ച് നിർത്താനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ്. നരബലി എന്നത് ആദ്യത്തെ സംഭവമല്ലത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത്. അത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്നുള്ളത് അത് നമ്മുടെ കേരളത്തിൽ, സാക്ഷര സമ്പന്ന കേരളത്തിലാണ് നടക്കുന്നത്. ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ശത്രു സംഹാരം, പുഷ്പാഞ്ജലി നടത്തുക, എന്തൊക്കെയാണ്. ഒരിക്കലും ഒരു സലിംകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഇപ്പൊ അല്ല, സലിംകുമാർ എന്നല്ല, മനുഷ്യനായിട്ട് ജനിച്ചാക്കും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആർക്ക് അംഗീകരിക്കാൻ പറ്റണം? അപ്പം തുടക്കത്തിൽ നമ്മൾ ചോദിച്ചില്ല ഇപ്പൊ വിശ്വാസിയാണോ എന്നുള്ളത്. അപ്പം എന്തിലൊക്കെയാ വിശ്വാസങ്ങൾ ഉള്ളത്? അപ്പൊ ഇപ്പൊ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇപ്പം ഒരു സിനിമ ഞാൻ ഇവിടെ വീട്, ഇപ്പൊ ഈ വീടായിരുന്നു ആദ്യത്തെ 2 നില വീട്. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പൊ വീട് പണിതപ്പോ ആളുകൾ പറഞ്ഞു കുഴപ്പമാണത്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ 2 നില വീട് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ദേവി എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി എന്ന് ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മോളാ, സാക്ഷാൽ തൃക്കണ്ണൻ പരമേശ്വരന്റെ മകള്. ഈ ഊച്ചാളിയായ സലികുമാർ ഒരു 2 നില വീട് കേട്ടണേ അസൂയപ്പെടാമെങ്കിൽ ഞാൻ വെച്ച് എന്താണ് അവരെന്താണ് അങ്ങനെ ഒരുത്തൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശുണ്ടെങ്കിൽ 2 നില ഒരാഗ്രഹം, 2 നില വീട് കയറ്റുന്നതിന് ഈ 3 ലോകങ്ങളും അടക്കി വാഴുന്ന, അതായത് റിലയൻസ് അംബാനിനേക്കാൾ എത്രയോ ഇരട്ടി ഇതിന്റെ ആസ്തിയുള്ള ആളാണ്. ഈ ലോകം മുഴുവൻ കാൽച്ചുവട്ടിലുള്ള പരമേശ്വരന്റെ മകള് എൻ്റെ അടുത്ത് വന്നിട്ട് അസൂയ കുത്തിയിട്ട് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വിശ്വസിച്ചു. വീട് കയറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റേ, അങ്ങനെയാണെങ്കിൽ അത്ര ചെറിയ മനസ്സാണ് ഈ ദേവിയുടെയെങ്കിൽ എന്നെ ശരിപ്പെടുത്തി കളഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ മെല്ലെ മാറാൻ തോന്നി. പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നെ ഞാൻ നാടക ട്രൂപ്പ് കൊടുങ്ങി, അതും 2 നില കെട്ടിടമാണ്. ഏറ്റവും കൂടുതൽ നാടകം കളിച്ച സമിതിയായിരുന്നു അത്. അവർക്ക് എവിടെ നിന്ന് സമയമൊന്നേ ദൈവങ്ങൾക്ക് സലിംകുമാർ 2 നില വീട് കയറ്റി വിടുക, അല്ല 1 നില വീട് കയറ്റുമോ എന്നൊക്കെ നോക്കാനുള്ള സമയമില്ല അവർക്ക്. അതാണ് അവർക്ക് എന്തോരം കാര്യങ്ങൾ ഇത് ചെയ്യാണ്ട്. മേഘത്തിൻ്റെ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിക്കണം, ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പ്രളയം വന്നു 2018. ഈ ഫുൾ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ 50 പേരുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ശിക്ഷിച്ച അവൻ്റെ വീട്ടിലാണ് എല്ലാവരും 2018 3 ദിവസം താമസിച്ചൂടെ. ഒരുപാട് പേർക്ക് അഭയമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോ ഉള്ളത്. ആ വീട്ടിൽ തന്നെ ലാഫിംഗ് വില്ല. ഞാൻ സിനിമയിൽ നിന്ന് ചിരിപ്പിച്ചോണ്ടൊക്കെ പൈസ ചെയ്യണത്. അപ്പൊ അതിന്റെ പേരിലാണ്, ആ ചിരിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ പേരിട്ടത്. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യനാണ് രോഗങ്ങളൊക്കെ വരാ, അത് സർവ്വസാധാരണമാണ്. അപ്പൊ അത് വെച്ചിട്ട് അസുഖം വന്നില്ലേ, അതിനൊന്നുമില്ല. നമുക്ക് മനസ്സമാധാനം വളരെയുള്ള വീടാണ്. അത് മാത്രമല്ല, എനിക്കൊരു സംതൃപ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സിനിമയിൽ നിന്നിട്ട് കാശ് കൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിന് ആളുകൾ നന്നായി എന്ന് പറയുന്നത് ഈ വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പൗൾട്രി ഫാം ബിസിനസ് ചെയ്തു. പൗൾട്രി ഫാം അതായത് വേലന്താവുന്ന സ്ഥലത്താണ് ഫാം. അവിടെ ആയിരക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തിച്ചേർക്കുന്ന ഫാമാണ്. എഗ്ഗ് വിരിച്ച് ഇറച്ചി അതിനെ വളർത്തി ഇതൊക്കെ കൊടുക്കാന്നുള്ള സംഭവത്തിൽ അവിടെ തുടങ്ങി. തൊഴിലാളികളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഹാച്ചിങ് എഗ്ഗിന് 9 രൂപയാണ് വില. അതേപോലെ അറ്റ് എ ടൈമിൽ 27,000 വെച്ചിട്ട് കയറും ഒരു ഇതിൽ. ഒരാഴ്ച നമുക്ക് 27 റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 27,000 കുഞ്ഞുങ്ങളെ ഇറക്കാം. അത്രയും കുഞ്ഞുങ്ങളെ ഇറക്കാം ഒരാഴ്ചയിൽ. അങ്ങനത്തെ ഒരു ഫാം, അത്രയും കപ്പാസിറ്റി ഉള്ള ഫാമായിരുന്നു. അത് ഞാൻ 9 രൂപയുടെ മുട്ടകൾ വാങ്ങിച്ചു വെച്ച് അത് 18 ദിവസത്തോളം കഴിയുമ്പോൾ വിരിഞ്ഞ് കുഞ്ഞിറങ്ങണം. അന്ന് പക്ഷിപ്പനി. ഇന്ത്യ മുട്ടക്ക് പക്ഷിപ്പനി. 9 രൂപക്ക് വാങ്ങിച്ച കുഞ്ഞിന്
50 പൈസ പോലും എടുക്കാൻ ആരുമില്ല. അയ്യോ. അങ്ങനെ വൻ ലാഭം വരുന്ന ബിസിനസ്. അങ്ങനെ എടുക്കണ ഓരോ പരിപാടികൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് ഞാൻ ചെയ്തു തന്നത്. പക്ഷെ എല്ലാം തകർന്നു പോയി, തകർന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ പെട്രോളിൻ്റെ ബിസിനസ് തുടങ്ങി, അപ്പോൾ അതിൻ്റെ വില ഇടിയും. കാരണം അതുവരെ അവസ്ഥ എത്തിയായി. അപ്പം നന്നായി എന്ന് ആളുകൾ പറഞ്ഞത് ഈ വീട് മാത്രമേ ഉള്ളൂ.